ആരാന്ന് മനസ്സിലായോ? ഇവിടെ പിന്നെ ഇതാരാണെന്ന് മനസ്സിലായോ? അതറിയാം. ആരാ? ഞാനാ. ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാരാന്ന് സാറിന് അറിഞ്ഞൂടെ? എനിക്കറിയാം, തനിക്കറിയോന്ന് പറ. അതൊക്കെ നടക്കും സാറേ. എടോ, ഈ പ്രതിമ ആരുടേതാണെന്നാണ് എന്റെ ചോദ്യം. പേര്? വിജി തമ്പിദ്ദളവ. ആര്? എടോ, ചരിത്രം അറിയത്തില്ലെങ്കിൽ അറിയില്ല. അറിയില്ല സാറ് വരാ. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹമാണ് സർ വില്യം ഹാർബർ. ഓ, എന്റെ നാക്കിന്റെ തുമ്പത്തുണ്ടായിരുന്നു. അത് തുപ്പൽ. ഇത് വില്യം ഹാർബർ. പണ്ട് കളവനാടെന്നറിയപ്പെടുന്ന ഈ നാട്ടുരാജ്യത്തിന്റെ ശില്പിയും അതിപ്രഗത്ഭനായ ആർക്കിടെക്റ്റും വൈസ്രോയിയുമായിരുന്നു ഇദ്ദേഹം. ഇതെല്ലാം പണികഴിപ്പിച്ച ഇദ്ദേഹമാണ്. ഈ ജയിലാ? ഇത് ജയിലായത് 1958. അതിനു മുന്നേ ഇത് ഹാർബറുടെ ആയുധപ്പുരയായിരുന്നു. ഇത് മാത്രമല്ല, ഇവിടെയുള്ള പ്രധാനപ്പെട്ട റോഡുകൾ, ആരാധനാലയങ്ങൾ, കളവനാട് തൂക്കുപാലം, മ്യൂസിയം, സൂ, ഡാമുകൾ എല്ലാം ഇയാൾ പണികഴിപ്പിച്ചതാണ്. പണ്ട് മറ്റ് നാട്ടുരാജ്യങ്ങൾ ചേർന്ന് കളവനാടിനെ ആക്രമിച്ചപ്പോൾ വലിയ രഹസ്യ തുരങ്കങ്ങൾ ഉണ്ടാക്കി യുദ്ധതന്ത്രം മെനഞ്ഞ് കളവനാടിനെ സംരക്ഷിച്ച ഇദ്ദേഹമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ എന്റെ കൂട്ടാളികൾ തടയുന്നുണ്ടെങ്കിൽ എന്റെ വാൾ അതിന് നേരെ ശബ്ദിക്കും എന്ന ഫേമസ് കോട്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കോട്ട് ഇല്ലല്ലോ. എന്നാ അങ്ങനെ ഒരു കോട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ കോട്ട. ഓ, ഇതാണോ ആ കോട്ട്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയോടൊപ്പം നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ബ്രിട്ടീഷുകാരനായ ഇന്ത്യക്കാരനായിരുന്നു ഇദ്ദേഹം. എങ്ങനെ? ബ്രിട്ടീഷുകാരുടെ കൂടെ കളിച്ച ഇന്ത്യക്കാരന്റെ കൂടെ വന്ന ബ്രിട്ടീഷുകാരനായിരുന്നു ഇന്ത്യക്കാരൻ. മാങ്ങാത്തൊലി. ഇന്ത്യൻ ബാർബർ, ഫോറിൻ ബാർബർ, വില്യം ഹാർബർ. പാസായേ.